ഉത്തരമാറ്റിലണെങ്കിൽ നമ്മുടെ നവ്യ പറയുകയാണ് നമ്മുടെ അവന്തികയുടെ അടുത്ത്, അനി നിൻ്റെയല്ല നന്ദുവിൻ്റെയാണ് എന്ന് അവന്തിക പറയുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥയിൽ വിവാഹ നിശ്ചയം മുത്തശ്ശൻ നിർത്തിവെക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അത് വേറൊന്നുകൊണ്ടുമല്ല, അനിക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല, അവളുമായിട്ടുള്ള ജീവിതം ദുരിതമായിരിക്കുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ ഒരു ഫുൾ സ്റ്റോപ്പ് വിവാഹ നിശ്ചയത്തിന് വെക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവന്തികയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, എന്താ മുത്തശ്ശ ഇങ്ങനെ, അനിയേട്ടൻ എന്നെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞാലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു മാറ്റം എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വേണുവും കൂടാതെ തന്നെ അനാമിക എന്ന് പറയുന്ന അവൻ്റെ മുൻ ഭാര്യയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ വിവാഹ നിശ്ചയം നടന്നാൽ അനിയെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജലജ പറയുന്നുണ്ട്, എല്ലാം നന്ദുവിൻ്റെ കളിയാണ് എന്ന്. ഇതേസമയം നന്ദുവിനെ കുറ്റമൊന്നും പറയണ്ട, എനിക്ക് നിൻ്റെ മകളുമായിട്ട് ദാമ്പത്യ ജീവിതത്തിന് വലിയ താല്പര്യവും കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, പിന്നെ എന്തിനാണ് നീ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതൊക്കെ വലിയ കഷ്ടപ്പാടാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേസമയം വിവാഹ നിശ്ചയത്തിന് ഏതാണ്ട് കർട്ടൻ വീണിരിക്കുകയാണ്, അനി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അവന്തിക എല്ലാവരുടെയും മുൻപിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ നവ്യയും അഭി അവിടെ നിൽക്കുമ്പോൾ ജാനകി നവ്യയൊന്ന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത്, എന്താ നിനക്കൊന്നും പറയാനില്ലേ, നീ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, മുത്തശ്ശൻ്റെ താല്പര്യവും ആഗ്രഹവും ഇഷ്ടവും മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. പിന്നെ നയന, അവൾക്ക് നന്ദുവിനെ ഇവിടെ കൊണ്ടുവരാനാണ് ആഗ്രഹമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ ഞാൻ എതിര് നിന്നിട്ടോ യാതൊരു കാര്യവുമില്ല. കാരണം വീടിൻ്റെ താക്കോൽ, വീടിൻ്റെ അധികാരം അവളുടെ കയ്യിലാണ്. അത് ഇപ്പോൾ അമ്മായിക്ക് പോലും ഇല്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള പവർ മുത്തശ്ശൻ അവൾക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്തികെ, ഇനി അനി നിനക്ക് സ്വന്തമല്ല, നന്ദുവിനാണ് സ്വന്തം എന്ന് നവ്യ പറയുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാലേ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ